കരയണ മക്കളെ കരച്ചിൽ നിർത്താൻ വേണ്ടി മുട്ടായി വാങ്ങിത്തരാം, കിൻഡർ ജോയ് വാങ്ങിത്തരാം, അല്ലെങ്കിൽ മഞ്ച് വാങ്ങിത്തരാം, ഡയറി മിൽക്ക് വാങ്ങിത്തരാം എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയും. ആ പറച്ചിൽ വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ 2 കുറ്റാണ് വരുന്നത്. ഉസ്താലിമാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഇങ്ങനെ തന്നെ ഇബാറത്ത് വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മിഠായി വാങ്ങിക്കൊടുക്കുക എന്നതിനെ നമ്മൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടില്ല എങ്കിൽ, ഒന്ന് ഈ കുട്ടിനെ വാഗ്ദാനം ചെയ്ത് പറ്റിച്ച ഒരു കുറ്റം, രണ്ടാമത്തെ ഒരു കളവ് പറഞ്ഞ കുറ്റം. വാങ്ങി തരുന്ന പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കില്ല, വരുമ്പോൾ വേറെ എന്തെങ്കിലും പറയാം. അപ്പോൾ ഇതൊക്കെ കുറ്റങ്ങളാണ്. സിമ്പിളായ കാര്യങ്ങളാണ് ഭയങ്കരമായ കുറ്റങ്ങളാണ്. അപ്പോൾ ആയതുകൊണ്ട് ഇതൊന്നും നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം. അവിടെയാണ് വിഷയം. സൂക്ഷ്മതയോടുകൂടി നമ്മൾ ജീവിക്കാം. നമ്മളെ കൂടെയുള്ളവർ ഭയങ്കര ചിരിക്കും, പൊട്ടിച്ചിരിക്കും, ബടായി അടിക്കും, ഭയങ്കര കളിച്ചിരി തമാശ ഒക്കെ ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഖബറിൽ മൂപ്പരുണ്ടാകൂല എന്ന് ചിന്തിക്കണം. നമുക്കൊക്കെ തോന്നുന്ന ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ടേ ഞാൻ മരിക്കുള്ളൂ, 100 കൊല്ലം കഴിഞ്ഞ് ആയുസ്സുണ്ട് എനിക്ക്, എന്ത് ഉറപ്പ് നമുക്കുള്ളത്? അറ്റാക്ക് വന്ന് മരിക്കുന്ന എത്ര ആളുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും എൻ്റെ ഖബറിൽ ഓലുണ്ടാവില്ല. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എപ്പോഴും കരഞ്ഞിരുന്നു. എന്താ നിങ്ങൾ കരണെന്ന് ചോദിക്കും, എൻ്റെ ഖബറിൽ നിങ്ങളാരും ഉണ്ടാവില്ലല്ലോ. ആരാ കരണ്? റസൂലുള്ളാഹിൻ്റെ മരുമകനാ, ഖലീഫയാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. റസൂലുള്ളാഹിൻ്റെ 2 മക്കളെ, ഒരു മകൾ മരിച്ചപ്പോൾ 2ാമത്തെ മകളെയും കൂടി കെട്ടിച്ചു കൊടുത്തു റസൂലുള്ളാഹി. ദുന്നൂറൈന്ന് പേര് കൊടുത്തു. റസൂലുള്ളാഹിൻ്റെ 2 പ്രകാശമായ മക്കളെ കെട്ടിയ ബർക്കത്ത് കൊണ്ട് ആ പേര് കിട്ടിയ ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ മൂപ്പര കരയണത് എന്തിന്? ഖബറിൽ ഈ പറഞ്ഞ ആരും ഉണ്ടാവില്ലല്ലോ. അതിന് അപ്പോൾ നമ്മളെ അവസ്ഥ എന്താ? വളരെ ദയനീയാവസ്ഥ. അപ്പോൾ ആരെന്ത് പൊട്ടിച്ചിരിച്ചാലും, കളിമക്കളി കളിച്ചാലും, ബടായി അടിച്ചാലും, നുണ പറഞ്ഞാലും, ഇബത്ത് പറഞ്ഞാലും, നമീമത്ത്, ഫിത്ന, ഫസാദിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ജീവിക്കണം. അതാണ് ദുനിയാവ്. അദ്ദുനിയ ജീഫ വത്തുല്ലാബുഹ കിലാബ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ശവമാണ്. വത്തുല്ലാബുഹ, ശവത്തിനെ തേടുന്നവർ, കിലാബ്, നായകളും പട്ടികളുമൊക്കെയാണ്. ശവം നായ്ക്കൾക്ക് ഇഷ്ടപ്പെട്ട സാധന. നമ്മളെ സൂക്ഷിക്കുക. എപ്പോഴും ഞാൻ മരിക്കും, നാളെ ഞാൻ ഖബറിലായിരിക്കും എന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം.